Hate it when my doubts and my fears swell up like the ocean. ഒരു ഹോം മേക്കറിൻ്റെ രാവിലെ എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഉറക്കമുണർന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. ചില ദിവസങ്ങളിൽ കിച്ചണിൽ വന്നാണ് കണ്ണ് തുറക്കുന്നത്. ഒരു മിനിറ്റ് നേരത്തെ ജോലി തീർക്കണമെന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ അങ്ങനെ രാത്രിയൊന്നും പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറില്ല. അത് വലിയ ലാഭമുള്ളതായിട്ട് തോന്നുന്നില്ല സമയത്തിന്. രാത്രിയിൽ അത്രയും സമയം വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിക്കും. രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ അവധി ദിവസങ്ങളെക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വർക്കിംഗ് ഡേയ്സ് ആണ്. അവധി ദിവസങ്ങളിൽ വല്ലാത്ത മടിയാണ്. വർക്കിംഗ് ഡേയ്സിൽ വേഗം വർക്ക് കഴിയും. കിട്ടുന്ന സമയമൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. പക്ഷെ അവധി ദിവസങ്ങളിലാണെങ്കിലോ മടി പിടിച്ചിരിക്കും. അന്ന് മുഴുവൻ അലസതയായിരിക്കും. വർക്കിംഗ് ഡേയ്സിൽ സ്മാർട്ട് വർക്കാണെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ജോലി തീർക്കുന്നു. സ്കൂളിൽ വിടേണ്ടവരെ സ്കൂളിൽ വിടുന്നു. ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് വിടുന്നു. ബാക്കി സമയം ക്ലീനിങ്ങും എല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആയി. പിന്നെയുള്ള ബാക്കി സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ആ കിട്ടുന്ന സമയം നമുക്ക് നമ്മുടെ പാഷന് വേണ്ടി ഉപയോഗിക്കാം. ചെയ്യാൻ ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. ഓൺലൈൻ വർക്കുകൾ ചെയ്യാം, പെയിൻറ്റിങ്സ് ചെയ്യാം, ക്രാഫ്റ്റ് ചെയ്യാം, എംബ്രോയ്ഡറി ചെയ്യാം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? എന്തെങ്കിലും പുതിയ കോഴ്സുകൾ പഠിക്കാം. ഒരു വീട് വീടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കൂടെ നടക്കുമ്പോഴാണല്ലോ നമ്മളൊരു ഹോം മേക്കർ ആവുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ആരും കാണാനും സപ്പോർട്ട് ചെയ്യാനും ഇല്ലെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസ് കാണാമല്ലോ. ഇങ്ങനെ ചെയ്യുന്നത് ഒരു സന്തോഷം തരുന്നുണ്ട്. ഞാനങ്ങനെയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മുടെ ജീവിതം ഇല്ലാതെ ആവരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി സാധിച്ചെടുക്കണ്ടേ? നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്കും സഞ്ചരിക്കാമല്ലോ. ഇല്ലെങ്കിൽ ജീവിതം വെറും ബോറായി മാറും. അങ്ങനെ ഓരോ ദിവസങ്ങളും എന്ത് പെട്ടെന്നാണ് കടന്നു പോകുന്നത്. വൈകുന്നേരം ഞാൻ റിലാക്സ് ചെയ്യുന്ന ഏരിയയാണിത്. ഞങ്ങളുടെ പുറകിലത്തെ ഓപ്പൺ ടെറസാണ്. ബീച്ചിൽ നിന്ന് വലിയ അകലെയൊന്നുമല്ല ഈ വീട്. ഇവിടേക്ക് വരുമ്പോൾ ബീച്ചിൽ പോയ ഫീൽ തന്നെയാണ്. ആകാശത്തിൻ്റെ പല ഭാവങ്ങളും ഇവിടെ കാണാം. വൈകുന്നേരത്തെ നല്ല ചുവന്ന സൂര്യനെയും കാണാം. ഈ സമയത്താണ് ഈ ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഏരിയ മൊത്തത്തിൽ ചെടി വയ്ക്കണം, ഹാങ്ങിങ് പ്ലാന്റ് ആക്കണം, ക്രീപ്പർ വയ്ക്കണം, അങ്ങനെ ഒത്തിരി പ്ലാനായിരുന്നു. പക്ഷെ ഉള്ളത് ഈ 5-6 ചെടിച്ചട്ടികൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അതും കൊണ്ട് ഞങ്ങൾ ടെറസിൽ വന്നിരിക്കും. ലൈറ്റ് പോലും ഇടാണ്ട് ടെറസിലിരുന്ന് കാറ്റ് കൊള്ളുന്നതൊരു വല്ലാത്ത സുഖമാണ്. ചെറിയ ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഒക്കെയാണ് പകലത്തെ എൻ്റെ ജോലി. യൂട്യൂബാണല്ലോ നമ്മുടെ ലോകം. സ്റ്റിച്ചിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അങ്ങനെ എൻ്റെ തയ്യൽ മെഷീനൊക്കെ ഞാൻ പൊടി തട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തുണിയിൽ എൻ്റെ പരീക്ഷണം തുടങ്ങി വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. കുറച്ച് ക്ലോത്ത്സൊക്കെ ചീത്തയായി പോയാലും നമുക്കൊന്ന് പഠിച്ചെടുക്കാമല്ലോ പതിയെ. ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ഞാൻ പിന്നെ പറയാം. മുകളിലേക്ക് കയറി കഴിയുമ്പോൾ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷമാണ് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത്. വീണ്ടും ഒന്നുകൂടെ മുകളിലേക്ക് കയറി വരണ്ടല്ലോ. നാളത്തേക്കുള്ള കറിയാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗ്യാസിൽ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. അതാവുമ്പോൾ താഴെ വരുമ്പോഴേക്കും കറിയും റെഡിയാകും, ജോലിയൊക്കെ കഴിയും. കുറച്ച് ഫാസ്റ്റായിട്ട് ഓരോ ജോലികളും ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ ഇഷ്ടപ്പെടും നമുക്ക്. കുറച്ച് ബുക്സ് കൂടെ കവർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എഴുതി പഠിക്കാനായിട്ടൊക്കെ വാങ്ങിയ ബുക്സാണ്. പൊതിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ വയ്ക്കുന്നത്. എഴുതി പഠിക്കുമോ എന്ന് കണ്ടറിയാം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ജോലി ഏകദേശം തീരാറായിരിക്കുന്നു. വെറുതെ കുത്തിയിരിക്കാതെ പല പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ബോറടിയൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതിപ്പോൾ എവിടേക്ക് ഈ രാത്രി പോകുന്നതെന്ന് ചോദിച്ചാൽ എങ്ങോട്ടും ഉദ്ദേശമില്ല. വെറുതെ ഒരു ഡ്രൈവ്. രാത്രിയിലെ തണുത്ത കാറ്റൊക്കെ ആയിട്ട് അതിലേ കൂടി കറങ്ങി ഇതിലേ കൂടെ വരും. രാത്രിയാവുമ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല. ചൂടില്ല, വെയിലില്ല, നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് സ്പീഡിൽ നമുക്ക് ഓടിക്കാം. ഞാനിങ്ങനെയാണൊന്ന് റിലാക്സ് ചെയ്യുന്നത്. കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇറങ്ങുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയൊക്കെ ഹാപ്പി ആയിരിക്കാം അതുപോലെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യുക. നല്ല സമയം വന്നിട്ടെല്ലാം ചെയ്യാമെന്ന് നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെ ഞാൻ ദാ ഇവിടെ പാതിരപ്പള്ളി എത്തി. ഇനിയും ദൂരേക്ക് പോകുന്നില്ല. ഞാൻ ഇതിലേ കൂടെ കറങ്ങി തിരിച്ചു പോവാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. നമ്മുടെ പതിവ് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു മുട്ട കൂടെ ഉണ്ടെങ്കിലേ ഒരു തൃപ്തിയാവൂ. ഇനി വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ മുട്ട മാത്രം മതി തൃപ്തിയാവാൻ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ക്ലീനിങ് ആണ് ഏറ്റവും പ്രശ്നം. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. ഇന്നെനിക്ക് വായിക്കാൻ പുതിയൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ വായിച്ചുകൊണ്ട് വേണം ഇന്ന് ഉറങ്ങാൻ. വായിച്ചുകൊണ്ടല്ല ഉറങ്ങുന്നത്, വായിച്ചിട്ടേ ഉറങ്ങൂ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒറ്റയ്ക്കിരുന്നൊരു ബുക്ക് വായിക്കുന്നതും നല്ല രസമാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ അവസാനിച്ചു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.